കൊല്ലം കുണ്ടറ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് കാസ്റ്റ് അയൺ വേർപെടുത്താൻ ശ്രമിക്കുന്നതിനിടെയെന്ന് പ്രതികളുടെ മൊഴി. ടെലിഫോൺ പോസ്റ്റിൽ നിന്ന് കാസ്റ്റ് അയൺ അടിച്ചു പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മദ്യലഹരിയിലായതിനാൽ ചെയ്തതിന്റെ ഗൗരവം മനസ്സിലായില്ലെന്നും പ്രതികളായ രാജേഷും അരുണും മൊഴി നൽകി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, വലിയൊരു അപകടമാണ് ഇന്നലെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് ഒഴിവായത്. അറിയാൻ കഴിഞ്ഞ ഈ പ്രതികൾ പല ക്രിമിനൽ കേസുകളിലും മുമ്പ് പെട്ടിട്ടുള്ളവരാണ് എന്നതാണ്. ഇവർ പറയുന്നത് പോലീസ് മുഖവിലക്കെടുക്കുന്നുണ്ടോ? പോലീസ് ഈ ഘട്ടത്തിൽ അവർ പറഞ്ഞത് മുഖവിലക്കെടുക്കുന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ NIA സംഘം ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കൊച്ചിയിലെ 2 NIA ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അവർ അക്കാര്യത്തെക്കുറിച്ച് സംശയങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞിരുന്നു. അവരോടും NIA ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സമയത്ത് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അട്ടിമറിയും ഇല്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത്. അപ്പോൾ പ്രതികൾ മദ്യലഹരിയിലായിരുന്നു. ഈ കാസ്റ്റ് അയൺ വേർപ്പെടുത്തിയെടുക്കാൻ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയത്. അത് ഫലിക്കാതെ വന്നതോടുകൂടിയാണ് റെയിൽവേ ട്രാക്കിലേക്ക് ഇത് ടെലിഫോൺ പോസ്റ്റ് കൊണ്ടുപോയി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ തന്നെയാണ് ഈ 2 പേരും, രാജേഷും അതുപോലെ തന്നെ അരുണും. സ്വാഭാവികമായി അതിലേറ്റവും എടുത്തു പറയേണ്ട കേസ് അവിടുത്തെ സ്റ്റേഷൻ, ഈ കുണ്ടറ സ്റ്റേഷനിൽ തന്നെ ഒരു SIയെ, അംബരീഷ് എന്നൊരു SIയെ മർദ്ദിച്ച കേസിലെ പ്രതികളാണ്. പിന്നീട് ഇവർ കോടതിയിൽ ഹാജരായി കീഴടങ്ങുകയായിരുന്നു. ആ കേസിൽ റിമാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളികളൊന്നും തന്നെ വേണ്ടി വന്നില്ല. ഇരുവരെയും CCTV നോക്കി തിരിച്ചറിഞ്ഞു. ആ CCTVയിൽ തന്നെ ഇവർ മദ്യലഹരിയിലാണ് എന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു. എന്തായാലും അല്പസമയം ഒരു 10:30 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീൻ മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി പോലീസ് അല്പസമയം പ്രതികളെയും കൊണ്ട് ഈ കുണ്ടറ റെയിൽവേ ട്രാക്കിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ്. റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വച്ചതിലാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. കാസ്റ്റ് അയൺ വേർപെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നതാണ്. പോലീസ് തൽക്കാലം അത് മുഖവിലക്കെടുക്കുന്നു എന്ന വിവരമാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്.